2024 പൊതുതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലേബർ പാർട്ടിയെ തിരിച്ച് ബ്രിട്ടൻ്റെ അധികാരത്തിലെത്തിച്ച കെ സ്റ്റാർമർ ഇപ്പോൾ രാജിവെക്കുകയാണ്. കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ 2 വർഷത്തിനുള്ളിൽ 3.7% വളർച്ച ബ്രിട്ടനിലെ സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും, അതായത് ഈ ഹൗസിംഗ് പോളിസി, അതുപോലെ തന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള പുരോഗതി സ്റ്റാർമറിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ വലിയ ജനപിന്തുണ നഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റാർമർ രാജിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്റ്റാർമറിൻ്റെ രാജിക്ക് കാരണം സ്റ്റാർമറിൻ്റെ ഒരു ഭരണപരാജയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്റ്റാർമറിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ബ്രിട്ടനിലെ ജനങ്ങൾക്ക്. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ ബ്രെക്സിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് ബ്രിട്ടൻ നേരിടുന്നത്. അതിൽ കുറേയധികം ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ബാക്കിയായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും ബ്രിട്ടനിലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സാണ് ചിലപ്പോൾ ഈ ഇന്നത്തെ ദാരിദ്ര്യാവസ്ഥ കാരണമെന്ന് പറഞ്ഞാൽ അത് അത്ര തെറ്റാവില്ല. കാരണം ഒരു ജനറേഷൻ മുഴുവനും ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ പിന്നിൽ ജോലി ചെയ്യാതെയും, അതുപോലെ ബ്രിട്ടനിലെ കുടുംബ സങ്കല്പം തന്നെ ആകെ താറുമാറായ ഒരവസ്ഥയിൽ ഒരു സൊസൈറ്റി ഇല്ലാത്ത, ഒരു സിവിൽ സൊസൈറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് ബ്രിട്ടനിലെ വലിയ നഗരങ്ങളിലെല്ലാം പോകുന്നത്. ഇതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് ബ്രിട്ടൻ്റെ ആഗോള രംഗത്തുള്ള തകർച്ച. അപ്പോൾ ഈ തകർച്ചയുടെ ഫലം തന്നെയാണ് ഇപ്പോൾ സ്റ്റാർമർ രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ സ്റ്റാർമർ രാജിവെച്ചതിന് ശേഷം ആൻഡ്രി ബേൺഹാമാണ് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. ഈ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക് ജയിച്ചു വന്നിട്ടുള്ള ലേബർ ലീഡറാണ് അദ്ദേഹം മാഞ്ചസ്റ്ററിലും മറ്റും തൊഴിലാളികൾക്കിടയിൽ വലിയ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിൽ വിജയിച്ചിട്ടുള്ള, നേരത്തെ ലേബർ പാർട്ടിയുടെ വിവിധ പദവികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് ബേൺഹാമാണ് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത്. സ്റ്റാർമറിന് മുമ്പുള്ള പ്രധാനമന്ത്രി ഗോൾഡൻ ബ്രൗണിൻ്റെ കാലത്ത് ബേൺഹാം അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുകയും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് ഈ ലേബർ വെൽഫെയർ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ ജനപ്രീതി നേടുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് ബ്രിട്ടൻ്റെ ഹോം സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയാണിപ്പോൾ ബേൺഹാമിൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ അടിസ്ഥാനപരമായി ഇപ്പോൾ ഉള്ള ബ്രിട്ടീഷ് എക്കണോമിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോലി ചെയ്യാത്ത ഈ സോഷ്യൽ സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ നികുതി നിരക്കുകൾ ഇപ്പോൾ വളരെ കൂടുതൽ, ഇൻകം ടാക്സ് വളരെ കൂടുതൽ, 40% അവിടെ ഇൻകം ടാക്സ് ഈടാക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിയിൽ പല പ്രൊഫഷണലുകളും രാജ്യം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അവർ നോൺ റെസിഡൻസ് ആയിട്ട് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒക്കെ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ തൊഴിൽ തേടി പോകുന്ന ബ്രിട്ടീഷ് പ്രൊഫഷണൽസ് അവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു വരാത്തിടത്തോളം കാലം എഫക്റ്റീവായിട്ടുള്ള ഒരു ലേബർ ഫോഴ്സ് ഇവിടെ ബ്രിട്ടനിലില്ല. അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അവർ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും മറ്റുമാണ് അവിടെ, ഇന്ത്യയിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അതുപോലെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ആളുകൾ അവിടെ ചെന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആളുകളും അവരും 40% ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷമുള്ള തുക ആ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു അവസ്ഥയാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാമ്പത്തിക രംഗത്ത് ഫേസ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അവിടെ ഇപ്പം നിലവിലില്ല. ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ അത് ജപ്പാനീസ് ഇൻഡസ്ട്രിയോടോ അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന കൊറിയൻ, ചൈനീസ് ഇൻഡസ്ട്രിയോടൊന്നും തന്നെ കിടപെടുക്കാൻ സന്നദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള രീതിയിലല്ല. അതിനാൽ എല്ലാ രീതിയിലും വലിയ റിസഷൻ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ബ്രിട്ടൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ പ്രധാനമന്ത്രി ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കിക്കാണേണ്ടത്. കാരണം സ്റ്റാർമർ ഒരിക്കലും ഒരു കഴിവില്ലാത്ത പ്രധാനമന്ത്രി ആയിരുന്നില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ള അയാൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് തുടരാൻ പറ്റാതായത് സ്റ്റാർമറിലുണ്ടായിരുന്ന അമിത പ്രതീക്ഷയും, അതുപോലെ ഈ എക്കണോമി നന്നാക്കാൻ അദ്ദേഹം ചെയ്ത ശ്രമങ്ങൾ വലിയ തോതിൽ ഫലിക്കാതെ പോയതുമാണ്. ബേൺഹാമിൻ്റെ വരവ് എത്രത്തോളം ബ്രിട്ടനിലെ സാമ്പത്തിക രംഗത്തിന് ഉത്തേജനം നൽകുമെന്നുള്ളത് നമുക്ക്
ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല. കാരണം ഏത് രീതിയിലാണ് ഇപ്പോൾ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതനുസരിച്ചിട്ട് സർക്കാരിൻ്റെ ബാധ്യതകൾ വർദ്ധിക്കും. ജനക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? അതോടുകൂടി തന്നെ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങൾക്കുള്ള വിശ്വാസവും ജനങ്ങൾക്കുള്ള താല്പര്യവും നഷ്ടപ്പെടും. അപ്പോൾ ഈ ദ്വന്ദ്ങ്ങൾക്കിടയിൽ എങ്ങനെ ബേൺഹാം പുതിയ ഗവൺമെൻറ്റിനെ നയിക്കുമെന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങൾ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ.